തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ അത് ലംഘിച്ച് എംജി സർവകലാശാല വിവിധ പഠന ബോർഡുകളിൽ ഇടതുപക്ഷ അനുകൂലികളെ നിയമിച്ചത് ഇടത് സർക്കാരിന്റെ പിന്തുടർച്ച ഉണ്ടാകില്ലെന്ന് ഉറപ്പായതിനെ തുടർന്നെന്ന് ആക്ഷേപം. സർക്കാരിന്റെ കാലാവധി അവസാനിച്ച ശേഷം ചട്ടം ലംഘിച്ച് തിരക്കിട്ട് നിയമനം നടത്തിയത് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 233 പേരെയാണ് വിവിധ പഠന ബോർഡുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ വിജ്ഞാപനം തടയണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. സിൻഡിക്കേറ്റാണ് ബോർഡ് അംഗങ്ങളെ നിശ്ചയിക്കുന്നത്. ബയോടെക്നോളജി, സോഷ്യൽ വർക്ക്, അറബിക്, സൈക്കോളജി, ജിയോളജി, ടൂറിസം, തമിഴ് തുടങ്ങിയ വിഷയങ്ങളിലെ പഠന ബോർഡുകളിലേക്ക് യോഗ്യതയുള്ള നിരവധി പ്രൊഫസർമാരും അസോസിയേറ്റ് പ്രൊഫസർമാരും ഉള്ളപ്പോൾ ചെയർമാൻമാരായി അസിസ്റ്റന്റ് പ്രൊഫസർമാരെയാണ് നിയമിച്ചിരിക്കുന്നത്. ബോർഡ് അംഗങ്ങളിൽ വലിയൊരു വിഭാഗം ചുരുങ്ങിയ അധ്യാപന പരിചയം മാത്രമുള്ള ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ പ്രവർത്തകരാണെന്ന് ആക്ഷേപമുണ്ട്. പഠന ബോർഡിൽ അംഗമാക്കി അധ്യാപകരെ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്താൻ MGVC ഒത്താശ ചെയ്യുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. സമാനമായ നാമനിർദ്ദേശങ്ങൾ ആരോഗ്യ സർവകലാശാലയും കുസാറ്റും തടഞ്ഞുവച്ചിരിക്കുമ്പോഴാണ് MGVC തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചത്. സർവകലാശാലയുടെ സിലബസുകൾ പരിഷ്കരിക്കുവാനും പാഠപുസ്തകങ്ങൾ അംഗീകരിക്കുവാനും ചോദ്യം കടലാസ് തയ്യാറാക്കുവാനും ഉത്തരവാദിത്തപ്പെട്ട സമിതിയിൽ അധ്യാപന പരിചയം കുറവുള്ളവരെ ചെയർമാനും അംഗങ്ങളുമായാണ് നിയമിച്ചത്. സർവകലാശാലയുടെ അക്കാദമിക് താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് പുറപ്പെടുവിച്ച വിജ്ഞാപനം തടയണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാട്ടി ഇലക്ടറൽ ഓഫീസർക്കും നിവേദനം നൽകി.